ഹായ് ഓൾ, വെൽക്കം ടു മൂവി ക്ലബ്. 2025 ഓഗസ്റ്റ് 12 റിലീസ് ചെയ്ത ഏലിയൻ എർത്ത് എന്ന് പറയുന്ന സീരീസ് 1979 ഏലിയൻ സിനിമയുടെ ഒരു പ്രീക്വൽ വേർഷനായിട്ടാണ് ഈ ഏലിയൻ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. 2120 ഭൂമിയിൽ സംഭവിക്കാവുന്ന ചില സംഭവങ്ങളെയാണ് ഈ സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ഹോളിവുഡ് സിനിമ കാണുന്ന അല്ലെങ്കിൽ ഒരു ഏലിയൻ മൂവി നമ്മൾ കാണുന്ന അതേ മിസ്റ്ററി സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തികച്ചും എൻഗേജിങ് ആയി തന്നെയാണ് ഈ സീരീസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. 2120 ഈ ഭൂമിയെ നിയന്ത്രിക്കാൻ പോകുന്ന പ്രധാനമായിട്ടും രണ്ട് കമ്പനികളാണ്. ഒന്ന് വെയ്ലൻ യുറ്റാനി എന്ന് പറയുന്ന ഒരു കമ്പനിയും പ്രോഡിജി കോർപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു കമ്പനി. ഇതിൽ തന്നെ ഈ വെയ്ലൻ യുറ്റാനി എന്ന് പറയുന്ന കമ്പനി സൈബോർഗുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏലിയൻസിനെ എങ്ങനെ വെപ്പൺസായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെപ്പൺസായിട്ട് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചെല്ലാം റിസർച്ച് നടത്തുന്ന ഒരു കമ്പനിയാണ് വെയ്ലൻ യുറ്റാനി. പ്രോഡിജി കോർപ്പറേഷൻ ആവട്ടെ ഈ ഹ്യൂമൻസിനെ നമുക്ക് ഹൈബ്രിഡൈസ് ചെയ്തുകൊണ്ട് ഈ മരണമില്ലാത്ത മനുഷ്യ ശരീരങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളുമാണ് ഈ പ്രോഡിജി കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കമ്പനികൾക്കിടയിൽ വരാവുന്ന ചില കോൺഫ്ലിക്റ്റുകളൊക്കെ തന്നെയാണ് ഈ സീരീസിന് മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഥാപശ്ചാത്തലമായതുകൊണ്ട് തന്നെ ഈ സീരീസിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമല്ല, ഇതിലുള്ളത് സൈബോർഗുകൾ വരുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യലി ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ട് വരുന്ന സിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സിന്തറ്റിക് ശരീരവും മനുഷ്യന്മാരുടെ മനസ്സുമുള്ള ഹൈബ്രിഡ്സ് കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ ഏലിയൻസും ഉണ്ട്. അപ്പോൾ ഈ സീരീസ് നടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം, ഈ വെയ്ലൻ യുറ്റാനി എന്ന് പറയുന്ന കമ്പനി കുറേ ഏലിയൻ സ്പീഷീസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അവരൊരു സ്പേസ് ഷിപ്പ് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ സ്പേസ് ഷിപ്പ് നമ്മുടെ ഭൂമിക്ക് അടുത്തെത്തുന്ന സമയത്ത് അവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭൂമിയിലെ ഒരു ടൗൺഷിപ്പിൽ വന്ന് ഇടിച്ചിറങ്ങുകയാണ്. ആ ടൗൺഷിപ്പ് നമ്മുടെ പ്രോഡിജി കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടൗൺഷിപ്പാണ്. സ്വാഭാവികമായിട്ടും അവിടെയുള്ള കുറേ കെട്ടിടങ്ങൾക്കും മനുഷ്യന്മാർക്കും എല്ലാം കുറേ നാശനഷ്ടം സംഭവിക്കുന്നു. അവിടെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഡിജി കോർപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ ഹൈബ്രിഡ് കുട്ടികളെയാണ്. ആ സ്പേസ് ഷിപ്പിനകത്ത് ഒരുപാട് ഏലിയൻ സാമ്പിൾസ് ഉണ്ടായിരിക്കും. അപകടകാരികളായിട്ടുള്ള ഒരുപാട് ഏലിയൻ ജീവികളും സാമ്പിൾസൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്പേസ് ഷിപ്പിൻ്റെ അടുത്തേക്കാണ് ഈ ഹൈബ്രിഡ് കുട്ടികൾ കടന്നു ചെല്ലുന്നത്. പിന്നീട് അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതിനാണ് നമ്മുടെ ഈ ആദ്യത്തെ 3 എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. നിലവിൽ ആദ്യ സീസണിൻ്റെ 8 എപ്പിസോഡിലെ 3 എപ്പിസോഡാണ് നിലവിൽ റിലീസായിരിക്കുന്നത്. അപ്പോൾ ഈ ഏലിയൻസും അതേപോലെ തന്നെ ഈ ഹൈബ്രിഡ് കുട്ടികളും അതിനിടയിൽ വരുന്ന മനുഷ്യന്മാരും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആദ്യത്തെ ഈ 3 എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയുക. ഒരു ഏലിയൻ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും നിരാശപ്പെടാതെ കണ്ടു തീർക്കാവുന്ന ഒരു മികച്ച അനുഭവം തന്നെയായിരിക്കും ഏലിയൻ എർത്ത് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഏലിയൻ എർത്തിൻ്റെ മറ്റ് എപ്പിസോഡുകൾ വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ തന്നെ തയ്യാറാക്കാം. എന്തായാലും ഒരു സിനിമയുടെ വിശേഷങ്ങളുമായി അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.